ഭയങ്കര നല്ല സ്റ്റൈലിഷ് ആയിട്ട് രാവിലെ തന്നെ എയർപോർട്ടിൽ ഒരുങ്ങി പോയാൽ ചിലപ്പോ കിട്ടും. പ്രിയ ഓ ഓ എങ്ങോട്ടാ പോകുന്നേ? ഇങ്ങോട്ട് കേറ്. വേദുന്റെ സർപ്രൈസ് എങ്ങനെയുണ്ട്? ബെസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ് ആണോ? ഹാപ്പി ആയ മോൻ? ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞാൻ ബാലിയിൽ നിന്ന് രാത്രിയാണ് എടുക്കുന്നത്, കാരണം ഈ ഇൻട്രൊഡക്ഷനിലേക്ക് നാളെ പറയാൻ പറ്റില്ല. സോ ഞാൻ ബാലിയിൽ ആക്ച്വലി 3 സർപ്രൈസാണ് പ്രിയയ്ക്കും പ്ലാൻ ചെയ്തത്. ഒന്ന് എലിഫൻറ്റ് ഹോട്ടൽ, രണ്ടാമത് എയറോപ്ലെയിൻ ഹോട്ടൽ, മൂന്നാമത് ആ വാട്ടർഫാൾ സ്ക്രീനിങ്. അതും പ്രിയയ്ക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അത് 3 കഴിഞ്ഞു. പക്ഷേ 4 സർപ്രൈസ് ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ബിസിനസ് ക്ലാസ്സിൽ പ്രിയനെയും വേദുവിനെയും കൊണ്ടുപോകാനായിട്ട്. അതും എസ്പെഷ്യലി വൺ ഓഫ് ദ ബെസ്റ്റ് എയർലൈൻസ്, ഒന്നില്ലെങ്കിൽ എമിറേറ്റ്സ്, അല്ലെങ്കിൽ ഖത്താർ എയർവേസ്, അല്ലെങ്കിൽ സിംഗപ്പൂർ എയർലൈൻസ്. ആ ബിസിനസ് ക്ലാസ്സിൽ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരിക്കലും നടക്കില്ല, കാരണം സോ എക്സ്പെൻസീവ്, എപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആൻഡ് ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ വെച്ച് ഞങ്ങളുടെ ഹോളിഡേയും കഴിഞ്ഞ് കുറച്ച് പൈസ ബാക്കിയായിട്ട് തിരിച്ചു വരാം. പക്ഷെ ഇത്തവണ ഞാൻ കുറേ കാലമായിട്ടുള്ള അതിൻ്റെ ക്രെഡിറ്റ് കാർഡ് പോയിൻറ്റ്സ് ഉപയോഗിച്ച് സൂക്ഷിച്ച് വെച്ച് അവർക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് സിംഗപ്പൂർ എയർലൈൻസിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് നല്ലൊരു ഡ്യൂറേഷൻ കിട്ടിയിട്ടുണ്ട്, നല്ല ഓഫറായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഇവിടുന്ന് ബാങ്കോക്കിലേക്കാണ് പോകുന്നത്, പക്ഷേ അത് സിംഗപ്പൂർ എയർലൈൻസ് ആയതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ബാലി ടു സിംഗപ്പൂർ ഉണ്ട്, അവിടെ ഒരു 4 മണിക്കൂർ ലോഞ്ച് ഉപയോഗിക്കാം. അതിന് അവിടെ നിന്ന് ബാങ്കോക്ക്. സോ ടോട്ടൽ ഒരു ഫ്ലൈയിങ് ടൈം തന്നെ ഒരു 6 മണിക്കൂറുണ്ട്, പ്ലസ് ലോഞ്ച് യൂസും ഉണ്ട്. എല്ലാം കൂടെ അതുകൊണ്ട് ഒരു പ്രോപ്പർ ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസും കിട്ടും. അവർക്കറിയില്ല. അപ്പോൾ ഞാൻ പ്രിയനോടും വരുന്നോടും പറയുന്നില്ല, അവരെപ്പോഴും ഇത് ഫിഗർ ഔട്ട് ചെയ്യുന്നത് നോക്കാം, ബാക്കിയൊക്കെ നാളെ. സോ അവരുടെ വേറൊരു സ്വപ്നം കൂടെ എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റി. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ടാണല്ലോ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് നല്ല മറ്റേ ഈവനിങ് പാർട്ടിക്ക് പോകുന്ന രീതിയിൽ ഒരുങ്ങുന്ന. എന്ത് ഭയങ്കര നല്ല സ്റ്റൈലിഷ് ആയിട്ട് രാവിലെ തന്നെ എയർപോർട്ടിൽ ഒരുങ്ങി പോയാൽ ചിലപ്പോ ഇപ്പൊ കിട്ടും, അങ്ങോട്ട് പോയാ മതി. അത് പറ്റില്ല. പല്ല് തേക്കണം, അപ്ഗ്രേഡ് ചോദിക്കുമ്പോ അത് മതി. അപ്ഗ്രേഡ് വയ്ക്കുമ്പോ അവർക്ക് അത് അപ്ഗ്രേഡ് തരാൻ തോന്നണം. ഓക്കെ, അപ്പൊ നേരെ നമ്മുടെ ഫേവറേറ്റ് കൺട്രി ബാങ്കോക്കിലേക്ക്. പക്ഷെ ഒരു ലോങ് യാത്രയാണ്. ശരിക്കും ഒരു 4 മണിക്കൂർ തീരേണ്ടത് ഏകദേശം 10 മണിക്കൂറുണ്ട്. കുഴപ്പമില്ല, സിംഗപ്പൂർ ആയതുകൊണ്ട് അതാണ് അഫോർഡബിൾ ആയിട്ട് കിട്ടിയത്. എയർലൈൻസ് സിംഗപ്പൂർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ആ, എയർപോർട്ടും ഫ്ലൈറ്റും. ഓക്കെ, അപ്പൊ പോവാ വേദു, ലെറ്റ്സ് ഗോ ടു ബാങ്കോക്ക്. സിംഗപ്പൂർ, പിന്നെ സിംഗപ്പൂരിൽ ഇടയ്ക്കിറങ്ങി. അതെ, എന്നെ കെട്ടിയതൊരു ഭാഗ്യം. ഒരു പുകഴ്ത്തുന്ന ഒരു ഭർത്താവ്. ഞാൻ പുകഴ്ത്തിയില്ലെങ്കിലും നാട്ടുകാർ പുകഴ്ത്തുന്നുണ്ടല്ലോ. ഇല്ല, ആരും ഇല്ല ഇപ്പൊ, അതൊക്കെ നിർത്തി, മതിയായി എല്ലാവർക്കും. ആണെങ്കിൽ എപ്പോഴും എയർപോർട്ടില് ട്രാക്ക് സൂട്ട് ഇട്ടുകൊണ്ട് പോകുന്ന ആളാ ഞാൻ. ഇന്നാണ് അതെ ചോദിക്കാൻ വരികയെന്നു. ആദ്യമായിട്ടാണ് വൃത്തിയായിട്ട് ദില്ലുവിനെ കാണുന്നത്. അല്ലെങ്കിൽ ഒരു ഷോർട്സും ടീഷർട്ടും ഇട്ട് നടക്കുന്നതാണ്. ആ, എന്നാലും കൂടുതലും ഷോർട്സിലേ കാണാറുള്ളൂ. ശരിയാണ്. നല്ല വൃത്തിയായിട്ട് അപ്പടെ സൗണ്ട് ഇങ്ങനെ ആയിപ്പോയി. വീടിന്റെ അടുത്ത് നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. ഡ്രസ് ലൈക്ക് ദിസ് ഓൾവേസ്, നോ ലൈക്ക് മീ. പിന്നെ ഇതാണ് ബാലി എയർപോർട്ട്. ഞാൻ പറഞ്ഞ ട്രാഫിക്, ഞങ്ങൾക്ക് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല.
അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നേരത്തെ ഇറങ്ങും, എസ്പെഷ്യലി ദൂരെ നിന്നൊക്കെ ഉബുദോ അങ്ങനത്തെ ഏരിയയിലൊക്കെ വരുവാണെങ്കിൽ ഇതിന് വരെ ഒരു ബാലി തീമിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സൂപ്പർ ആയിട്ടില്ല എയർപോർട്ട്. നിന്റെ അകത്ത് എത്ര ടൈം എടുക്കുമാവോ? രാവിലെ തന്നെ ബിസിനസ് ക്ലാസ് കിട്ടുമെന്ന് ഒരുങ്ങി വന്നിട്ട് ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ ഇങ്ങനെ കയറേണ്ടി വരുന്നത്. ഇതെന്താ ഇത്, ശബരിമല കയറുന്ന ഉന്തലാണ്, മറ്റേ കയറ്റമാണല്ലോ എയർപോർട്ടിൽ. നന്നായി പറയാ, ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്കും മറ്റെന്താ കണ്ണെഴുതിയാ എന്നാ ലിപ്സ്റ്റിക് ഇട്ട് വന്നാൽ നന്നായി. അല്ല ഇതൊക്കെ ചെയ്യാലോ. എല്ലാം ചെക്ക് ഇൻ ചെയ്യുന്ന ഇക്കോണമിയിലാണ്, സംശയം തോന്നാതിരിക്കാനായിട്ട്. ക്യൂ ഇല്ലല്ലോ, അപ്പോൾ എവിടെ ചെക്ക് ഇൻ ചെയ്താലും കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞു, ലോഞ്ചിൽ കയറാം. എനിക്ക് പ്രീമിയം കാർഡ് ഉണ്ട് പ്രിയ. ബിസിനസ് കാർഡ് ഉണ്ട്. അതെങ്കിലും നടക്കില്ലേ? VIP ലോഞ്ചിൽ കയറാം. പെട്ടി തള്ളാൻ പറ്റിയില്ലേ കേറ്റത്തിൽ കൂടെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ ഇത്രയും വിസിബിൾ ആയിട്ട് ഇത്രയും നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യം ബാലി തന്നെയാണ്. ചൈനയൊക്കെ ഉണ്ട് ഓബ്വിയസ്ലി, പക്ഷെ എല്ലായിടത്തും ഇപ്പോൾ ബാലി വന്നു കഴിഞ്ഞാൽ യു ഫീൽ യു ആർ ഇൻ ബാലി. ഇപ്പോൾ തായ്ലൻഡൊന്നും അവരൊക്കെ ഡൈല്യൂട്ടാണ്, മലേഷ്യ സിംഗപ്പൂർ ഒന്നും അങ്ങനത്തെ ഒരു ഫീൽ ഇട്ടില്ല. ഈവൻ വിയറ്റ്നാം പോലും ഇല്ല. പക്ഷെ ബാലിയിലും ചൈനയിലും പിന്നെ ഓബ്വിയസ്ലി ജപ്പാനിലൊക്കെ ആ ഒരു കൾച്ചർ ഇപ്പോഴും അവർ പ്രൗഡ്ലി ഡിസ്പ്ലേ ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അടിയിലും ലൗഞ്ചൊക്കെ മുകളിലുമാണ്. എന്തായാലും ഇതുവരെ പ്രിയയ്ക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ലോഞ്ച് കയറുമ്പോൾ എന്തായാലും മനസ്സിലാവില്ല. ബിസിനസ് ക്ലാസ് ലോഞ്ചിലൊന്നും കയറുമ്പോൾ അറിയില്ലല്ലോ ഏതാ നോർമൽ ലോഞ്ച് ഏതാ ബിസിനസ് ക്ലാസ് ലോഞ്ച്. എന്തായാലും എനിക്ക് അതാന്ന് തോന്നുന്നു നല്ല ലോഞ്ച്. ഇപ്പോഴും ഈ ലോഞ്ച് 3 ടൈപ്സ് ഉണ്ട് ആക്ച്വലി. ഒന്ന് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് കയറുന്നത്, അതായിരിക്കും ഏറ്റവും സ്റ്റാൻഡേർഡ് കുറഞ്ഞ ലോഞ്ച്. കമ്പാരിറ്റീവ് എപ്പോഴും അങ്ങനെയാണ്. കാരണം അത് ഒരു ഫ്ലൈറ്റ്സിന് വേണ്ടിയുള്ളതല്ല. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ്സ് എടുക്കുന്നവർക്ക് ബിസിനസ് ക്ലാസ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ലോഞ്ച്. അത് അടിപൊളിയായിരിക്കും. ഏറ്റവും അടിപൊളി ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നവർക്ക് വേറെ ലോഞ്ച്. അപ്പോൾ ഇപ്പോഴും ഫ്ലൈറ്റ്സിൻ്റെ ബിസിനസ് ക്ലാസ് എടുത്ത് ലോഞ്ച് കയറിയ ആ ലോഞ്ച് കമ്പാരിറ്റീവ്ലി വിൽ ബി മച്ച് ബെറ്റർ ദാൻ ദ നോർമൽ ലോഞ്ച്. ഇവിടെ നമുക്ക് മെമ്പർഷിപ്പ് കാർഡ് വെച്ചൊന്നും കയറാൻ പറ്റില്ല. നമ്മളിപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് ആയതുകൊണ്ട് ഇവരുടെ ടിക്കറ്റ് വെച്ച് നമുക്ക് ഈ ലോഞ്ചിൽ കയറാം. വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചോ, ഹാപ്പി ആയിട്ട്. അത് സന്തോഷമല്ലേ? നല്ല ലോഞ്ചായിരുന്നു. വ്ളോഗ് ചെയ്തിട്ട് വരാം. ഒരു വലിയ ലോഞ്ചാണ്, അത്യാവശ്യം വലിയ ലോഞ്ചാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡാണ് വെച്ചിരിക്കുന്നത്. സോ ദേ ഹാവ് കോഫീസ്. അത്യാവശ്യം നല്ല സ്പ്രെഡാണ്. കോഫി, ഫ്രഷ് ജ്യൂസ്, അതുപോലെ തന്നെ സീരിയൽസ്, വളരെ ഫുൾ ക്രീം, ലോ ഫാറ്റ്, സോയ മിൽക്ക്. ഇവിടെ ആൽക്കഹോളും എല്ലാം കോംപ്ലിമെൻ്ററി ആണ്. ലിമിറ്റൊന്നുമില്ല നാട്ടിലത്തെ പോലെ. വലിയ സ്പ്രെഡാണ്. ഇവിടെ എന്താ പിന്നെ എന്തൊക്കെയുള്ള സൂപ്സ്, 2 ടൈപ്പ് സൂപ്പ്. പിന്നെ ഇത് നമ്മുടെ നൂഡിൽസ്. മൊത്തം ആൽക്കഹോളിൻ്റെ സ്ഥലമാണ്. കോക്ടെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. മോക്ടെയിൽസ്, വേർജിൻ പിനക്കൊളാട വരെ ചിലപ്പോൾ കിട്ടും. രാവിലെ തന്നെ ഇത് ഇന്ത്യൻ ഫുഡ് ചന്ന മസാല ഉണ്ടല്ലോ, അതല്ലാതെ മിക്സഡ് വെജിറ്റബിൾ ചിക്കൻ പോക്കറ്റ്സ്. ചെന്ന മസാല ഉണ്ടല്ലോ, അത് നോക്കാം. പിന്നെ സോസേജ്, പിന്നെ ഇത് ബീഫ്, സാലഡ്സ്, ചിക്കൻ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട. അതുപോലെ തന്നെ രാവിലെ ഇത് പേസ്ട്രീസും ഡിസേർട്ട്സ് ഒക്കെ നോക്ക്. ചിക്കൻ സാൻഡ്വിച്ച്, ഇതെന്താ വെജ് സാൻഡ്വിച്ച്, ക്യൂ ലംപൂർ അറിയില്ല, ഒരു ജെല്ലി കേക്ക്, അവിടെ ഒരു മാച്ച കേക്ക്. നമുക്കിത് ഫ്രഷ് ഫ്രൂട്ട്സ് അവർ ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കും. ഇരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്, വർക്ക് സ്റ്റേഷൻസ് ഉണ്ട്, പിന്നെ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഇൻക്ലൂഡിങ് കുളിക്കാനുള്ള സ്ഥലം. ഷവർ റൂമാണ്. സോ യു ഹാവ് എ പ്രോപ്പർ ബാത്റൂം. ഇത് കണ്ട പ്രോപ്പർ ബാത്റൂം ഉണ്ട്. ടവൽസ് വെച്ചിട്ടുണ്ട് വിച്ച് ഇസ് ഫ്രഷ്ലി പാക്ഡ്. ആൻഡ് ദെൻ നല്ലൊരു വാഷ്റൂം ഉണ്ട്. കുളിച്ച് വലിയ ലേവറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആവും, ഷാമ്പൂ ഒക്കെ വെച്ച്. സോ അടിപൊളി ഒരു സെറ്റപ്പാണ്. പക്ഷേ പ്രിയയ്ക്ക് ബിസിനസ് ക്ലാസ് ആണെന്ന് പറയുമ്പോൾ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ നോക്കിക്കോളെ. ഇതൊക്കെയല്ലേ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. കൊച്ചല്ല കേട്ടാ, വലിയ സന്തോഷമാണ് ഇതൊക്കെ. പ്രിയ ഒരു മഞ്ഞ കളർ സാധനം കഴിക്കുന്നുണ്ട്. എന്തായിരുന്നത്? കൊള്ളാവോ? ഇത് പക്ഷേ ഫുഡൊക്കെ അടിപൊളിയാണ്. കോൾഡ് കോഫി ആണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര സ്റ്റാൻഡേർഡ്. ഞാൻ കുറച്ച് ബീഫ് സ്റ്റേക്ക് എടുത്തു, മഷ്റൂം പൈസ് എടുത്തു, കീഷ് വേണമെങ്കിൽ ട്രൈ ചെയ്യും. ടെൻഷൻ വയറ് നിറഞ്ഞ് ഫ്ലൈറ്റിൽ കയറാൻ. ഒരു ഓംലെറ്റും ഒരു മാച്ച കേക്കും ഒരു സ്ട്രോബെറി ജെല്ലി കേക്കും. അതും എനിക്ക് വേണ്ട, മഞ്ഞ. ഒരു കോൾഡ് കോഫിയും കഴിച്ച് നേരെ പ്ലെയിനിലേക്ക്. ഓക്കെ ഓക്കെ വേദു? അങ്ങനെയാ വലിയ ആളെ പോലെ ചുണ്ടൊക്കെ തുടങ്ങി. ഓ ഒരു സായിപ്പ്. ഓ ഓ പോവാം പ്ലെയിനില്. പിന്നെ ആ മൂമെന്റ് എത്തിയിരിക്കുവാണ്. ബ്രേക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സോ പ്ലാൻ സക്സസ്ഫുൾ.
പ്രിയ ഓ ഓ നടക്കുവേ പ്രിയ എങ്ങോട്ടാ പോകുന്നേ? ഇങ്ങോട്ട് കയറ്. പാസ്പോർട്ട് നോക്കിയാ? ഇല്ല. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? എന്താ എപ്പോഴും നമ്മള് ബിസിനസ് ക്ലാസ് കൂടെ പോകുമ്പോ ഇങ്ങോട്ട് കയറുന്ന് പറഞ്ഞ് പറ്റിക്കില്ലേ? ഇത്തവണയാ? ഇത് ടിക്കറ്റ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പാസ്പോർട്ട് ഇത്ര നേരം കൈ തരാതിരുന്നത്. എന്താ ഷോക്കായ? ഞാൻ വിചാരിച്ച പാസ്പോർട്ട് സാധാരണ എപ്പോഴും കൈ പിടിക്കുന്നല്ലേ പറയാറ്. ഇത് ഭയങ്കര ഷോക്കായി പോയിട്ടാ. വേദുവിന്റെ സർപ്രൈസ് എങ്ങനെയുണ്ട്? ബെസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ് ആണോ? ഹാപ്പി ആയ മോൻ? എന്താ ബെഡാവോ? ഹാപ്പി മൂമെന്റ് ആണോ? മറക്ക് ഇത് ബിഗ് ആകുമ്പോ ഓർക്കണം, അത് ഡ്രസ് തൂക്കാനാ. ആ ബോണം അപ്പക്ക് വേദന കാണണ്ടേ? സോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ക്യാബിൻ ടൂർ ചെയ്യാവേ. ഇവിടെ വലിയൊരു സ്ക്രീൻ ഉണ്ട്, ഇവിടെ ഒരു ട്രേ ഉണ്ട്. ലുക്ക് അറ്റ് ദ സ്പേസ്. ഇത് നമുക്ക് അടിയിൽ സ്റ്റോറേജ് ഉണ്ട്, ദാറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ഇവിടെ മാഗസീൻസ് വെക്കാം. വലിയൊരു സ്ക്രീൻ ഉണ്ട് ഇതുപോലെ. പിന്നെ ട്രേ ഉണ്ട്. ഇറ്റ്സ് എ ബിഗ് ടേബിൾ. നല്ല കിഡിലൻ മീലൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അത് ഈ ഫ്ലൈറ്റിലല്ല, അടുത്ത ഫ്ലൈറ്റിൽ ഒരു അടിപൊളി സംഭവം ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതുപോലെ ടച്ച് സ്ക്രീനും എല്ലാം ഉണ്ട്. ഇവിടെ ചാർജിങ് സോക്കറ്റ്സ്, നല്ല കിഡിലൻ ഹെഡ്ഫോൺസ്, വെള്ളമൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ യു ഹാവ് എ ബിഗ് സീറ്റ് ഓവർ ഹിയർ. ഇത് നമുക്ക് ബെഡാക്കാനും അതിനുള്ള പല കാര്യങ്ങളും. ഈ റീജിയണൽ ബിസിനസ് ക്ലാസ്സസ് ഉണ്ട് എന്ന് പറയുമ്പോൾ വലിയ ലോങ് ഡിസ്റ്റൻസ് അല്ലാത്ത ഷോർട്ട് ഡിസ്റ്റൻസ്, അതുവരെ ഇവരുടെ ബെഡ് ആവും. സോ അതുകൊണ്ട് വേൾഡിലെ ബെസ്റ്റ് റീജിയണൽ ബിസിനസ് ക്ലാസ് എന്നാണ് പറയുന്നത്. വേദുവിന് കിട്ടിയത് നോക്കി, ഹെഡ്ഫോൺസ് വരെ കസ്റ്റമൈസ്ഡ്. അതെനിക്കൊന്ന് കളറിംഗ് ബുക്ക് സൂട്ടോപ്പിയ. അവന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും പറ്റുന്നില്ല. വേദുവിന് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് ഇതില്. ശരിക്കും ഇതാണ് ഗൈസ് ഒരു സൗകര്യം എന്ന് പറയുന്നത്. ജസ്റ്റ് പ്രൈവസി. എത്ര മണിക്കൂർ വേണമെങ്കിലും ഫ്ലൈ ചെയ്യാം. ഇത് പയ്യെ ബെഡ് ആക്കാം. വാട്ട് എ എക്സ്പീരിയൻസ് ആൻഡ് വാട്ട് എ ബിഗ് സ്ക്രീൻ. ശരിക്കും ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സ്ക്രീൻ ഉള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. സോ ദാറ്റ് നമുക്ക് അൾട്രാ പ്രൈവസി കിട്ടും. കപ്പിൾസ് ആണെങ്കിൽ നടുക്കത്തെ സീറ്റ് ബുക്ക് ചെയ്യാം. ഞാൻ പല കാര്യങ്ങൾ നോക്കിയാണ് ബുക്ക് ചെയ്തത്, എങ്ങനത്തെ സീറ്റ്സാണ് കിട്ടുന്നത്, എങ്ങനത്തെയാണ് എക്സ്പീരിയൻസ് ഉള്ളത്. ആണോ? എല്ലാ ഫ്ലൈറ്റിലും ചോദിക്കും. പണിയെടുത്ത ഇതൊക്കെ നടക്കും. വേറൊരു കാര്യം അറിയോ? സിംഗപ്പൂർ എയർപോർട്ടിൽ 5 മണിക്കൂറുണ്ട്. അവിടെ നമുക്ക് ബിസിനസ് ക്ലാസ് ലൗഞ്ചിൽ കയറാം. അവിടുന്ന് ബാങ്കോക്കിന് 3 മണിക്കൂറുണ്ട്, അതും ബിസിനസ് ക്ലാസ്. ബെസ്റ്റ് ഡേ ഓഫ് ഹിസ് ലൈഫ്. ഇത് പ്രൊഡക്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ടല്ലോ, എന്തൊരു സ്മൂത്ത് ആൻഡ് വെൽവെറ്റി ആയിട്ടുള്ള ഒരു ഷീറ്റൊക്കെയാണ് കൂടെ തരുന്നത്. ഇവിടെ ഇപ്പൊ ലോങ് ഡ്യൂറേഷൻ ഫ്ലൈറ്റിൽ എന്തൊക്കെയായിരിക്കും ഫെസിലിറ്റീസ്. ടിവിയുടെ സൈസ് ആണ് ഒരു ഒരു മിനി തിയേറ്റർ പോലത്തെ എക്സ്പീരിയൻസാണ്. കാരണം ഇപ്പൊ എന്റെ കൈയാണ് ഓൾമോസ്റ്റ് ഒരു ഐഫോണിന്റെ സൈസ്. ഇത് നോക്ക്, അത്രയും വലിയ സ്ക്രീനാണിത്. ആൻഡ് ഹെഡ്ഫോൺസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ലൈറ്റിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ. റീഡിംഗ് ലൈറ്റ്സ് മേളിൽ ഓബ്വിയസ്ലി ഉണ്ട്, അത് നമുക്ക് ഓൺ ഓഫ് ഒക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ പല രീതിയിലുള്ള ലൈറ്റ്സ് ഉണ്ട്. കണ്ട, 1, ഇനി ഒരെണ്ണം കൂടെ പ്രസ് ചെയ്താൽ 2. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭയങ്കര അറ്റൻഷൻ ഡീറ്റെയിൽ. ഇത് നല്ല പാഡഡ് ആണ്. ആൻഡ് ദിസ് ഇസ് ഫുൾ ബെഡ് ആക്കാൻ. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ പോയാണ്ടല്ലോ, അതിനു വേണ്ടി പ്രയത്നിക്കും. സത്യം, ഫുൾ ബെഡും ആവാം. കണ്ട, അതേ പറഞ്ഞത്, ഈ ചെറിയ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ വരെ യു ഗെറ്റ് എ ഫുൾ ഫ്ലാറ്റ് ബെഡ് എക്സ്പീരിയൻസ്. ദിസ് ഈസ് മോർ ദാൻ എനഫ്. എത്ര മണിക്കൂർ ഫ്ലൈറ്റ് കഴിയല്ലേന്നായിരിക്കും ആഗ്രഹം. സത്യം. അതിനോട് ഇവരുടെ സർവീസും ഫുഡൊക്കെ നോക്കിക്കോ. ഇപ്പൊ വരുമ്പോ ഇവര് വിളിക്കോ? ഉറങ്ങേണ്ട സിനിമ കാണിരുന്നു. അതിന്റെ കൂടെ നോക്ക് വ്യൂ, നല്ല വലിയ സ്ക്രീനിൽ കാണുന്ന സിനിമ. ഇതാണ് ഹെഡ്ഫോൺസ്. അടിപൊളി ഹെഡ്ഫോൺസ് ആണ്. എന്തൊരു പാഡിങ്. ശരിക്കും
നല്ല ഒരു സോണിയുടെ ഒക്കെ ഹെഡ്ഫോൺസിന്റെ എക്സ്ട്രാ ക്വാളിറ്റി ഉണ്ട്. കവറും ഉണ്ട്, അടിപൊളി. എക്സ്ട്രാ കവറും ഉണ്ട്. ഇതിലാണ് ഇട്ട് തരുന്നത് അവര്. മുതലാളി, വലിയ മുതലാളി. ഈ മുതലാളിനെ കൊണ്ടായിരിക്കും പാട്. മറ്റേ വരില്ല. അമ്മയും മോനും. ഇനി ഫുഡ് വരട്ടെ ഇപ്പൊ കേട്ടാ. എഴുന്നേക്കണേ. ഇവരുടെ ബാത്റൂം കമ്പയർഡ് ടു നോർമൽ വൺ, ഇത് അടയ്ക്കുമ്പോ ലൈറ്റ് മാറുവേ, കുറേം കൂടെ വലുതാണ്. ഇവിടെ ഇവര് ഫ്രഷ്നർ, പിന്നെ ഇവരുടെ എന്തൊക്കെയാ വെച്ചിരിക്കുക പ്രൊഡക്ട്സ്, ഹാൻഡ് ക്രീം, ഫേഷ്യൽ മിസ്റ്റ്, അത് അത്യാവശ്യമായിരുന്നു. ഓക്കെ, നല്ല ഫേഷ്യൽ മിസ്റ്റ്. അതല്ലാതെ ഇതെന്താ, പെർഫ്യൂം ഉണ്ട്, പിന്നെ ബ്രഷ്, പേസ്റ്റ്, വലിയ ടോയ്ലറ്റ്, പിന്നെ ഇവിടെ ഫ്ലവേഴ്സും വലിയൊരു മിററും ഉണ്ട്. അടിപൊളി ബാത്റൂമാണ്. ഏതുവിന്റെ ഫുഡാണ്, എന്ത് രസമാണ് നോക്ക്. ഒരു ഹയാനീസ് ഫ്രൈഡ് റൈസ്, ഡിസേർട്ട്, ഫ്രൂട്ട്സ്, പോപ്കോൺ, കിറ്റ്കാറ്റ്. ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. ഇത് ഫുള്ളൊന്നും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷെ എന്തൊരു ചെറിയൊരു, ഞാൻ പറഞ്ഞില്ല 3 hours പോലും ഇല്ല, എന്നിട്ട് വരെ ഇത്രയും നല്ലൊരു മീല് ചെയ്തിരിക്കുന്ന നോക്കുക ഒരാള് ഫുഡിന് വേണ്ടി. വരുന്നുണ്ടോ? മൈക്കുണ്ടല്ലോ അല്ലേ? ഫുഡ് ഇവിടുത്തെ ഭയങ്കര അടിപൊളി. ബിരിയാണിയാന്ന് തോന്നുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഫെസിലിറ്റി കണ്ട, തൊട്ടടുത്ത് തന്നെ നമുക്ക് വെള്ളവും ഹെഡ്ഫോൺസും നമ്മുടെ വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതും സ്റ്റോർ ചെയ്യാം. ഇട്ട് തന്നെ ഷൂട്ട് ചെയ്യാം. നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ട് ഫുഡൊക്കെ വരെയൊക്കെ കാണാമല്ലോ. സോ ഇതിൽ ഗാർലിക് ബ്രെഡ്, ഇതെനിക്ക് തോന്നുന്നു ഒരു സഷീമി പോലത്തെ സംഭവമാണ്. ഇതായിട്ട് ലൈക്ക് റോ ട്യൂണ. ആൻഡ് ഭാഗ്യത്തിന് ഇതാണ് ഭാഗ്യം, ചോക്ലേറ്റിന് ഒരു ഡെസേർട്ടാണ്. ആൻഡ് ദ ഗാർലിക് ബ്രെഡ് ആൻഡ് ഓൾ ഇസ് വാം ഗാർലിക് ബ്രെഡ് ആണ്. സോൾട്ടി, ഗാർലിക്, നല്ല ഹെർബ്സും. ഒരുപാട് കേട്ടിട്ടുണ്ട് സിംഗപ്പൂർ എയർലൈൻസിന്റെ ഫുഡിനെ കുറിച്ച്. ബിസിനസ് ക്ലാസ് ഏബിൾ ടു എൻജോയ് ഇറ്റ്. രാത്രി അടുത്ത ഫ്ലൈറ്റിൽ വേറൊരു ഫുഡിന് ഒരു സർപ്രൈസ് ഉണ്ട്, എന്താന്ന് ഞാൻ അതിൽ പറയാവേ. ഓക്കെ, സോ ഇത് നോക്കട്ടെ. സഷിമിയാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ കോൾഡ് സാലഡ് ആണ്, സാൽമൺ ആണ്. ആൻഡ് സോ ഫ്രഷ്. ആൻഡ് ഫുഡ് നമ്മൾ അടുത്ത ലോഞ്ചിൽ പോയി കഴിക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ അവരുടെ ഒരു ഗ്രിൽഡ് ഫിഷ് ആണ് പറഞ്ഞത്. സോ സീ ബാസ്, കുറച്ച് ടൊമാറ്റോ, ക്യാരറ്റ് പ്യൂരേ, പൊട്ടാറ്റോ പ്യൂരേ ആൻഡ് ലീക്സ്. ഇതാണ് ലഞ്ച്. പ്രിയയ്ക്ക് ഞാൻ ബിരിയാണി പറഞ്ഞു, ബിക്കോസ് ഉച്ചയ്ക്ക് പ്രിയയ്ക്ക് നല്ല വിശപ്പായിരിക്കും. സോ a dream come true moment. Business class food in Singapore. ഔട്ട്സ്റ്റാൻഡിങ്. ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് കിട്ടുന്ന പോലെയാണ്. നല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഫിഷ് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവും. ഇത് എനിക്ക് കണ്ടറിയാം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഫ്രഷ്ലി ഔട്ട് ഓഫ് ദി അവൻ പോലെയാണ്, ഗ്രില്ല് ചെയ്ത് അവനിൽ വെച്ച് എടുത്ത പോലെ. ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റ്. ഫൈനലി ദ ഡെസേർട്ട്. ഇതെന്താ നോക്കട്ടെ. ചോക്ലേറ്റ് മൂസ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ കുറച്ച് പൊടിയും കൂടെ വെക്കട്ടെ. ഈ ഫുൾ ട്രിപ്പ് കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസേർട്ട്സ്. ചോക്ലേറ്റ് മൂസ് കേക്ക് വിത്ത് ബെൽജിയം മിൽക്ക് ചോക്ലേറ്റ്. ഡാർക്ക് അല്ല, മിൽക്ക്. നമ്മൾ ആകാശത്തോടെ പറക്കുന്ന സൈഡിൽ ക്ലൗഡ്സ് കാണാം. നമ്മൾ സങ്കല്പിച്ചാൽ ആ ക്ലൗഡിൽ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇതിന്റെ ബെസ്റ്റ് ചേരുന്നത്. അത് പൊളിച്ചല്ലേ. ഇതെങ്ങനെയുണ്ട്? എന്താ ബിരിയാണിയാണോ? റൈസോ? കൊള്ളാം. ഓ, റൈസും കറിയും. ഡെസേർട്ട് എന്തത്? ചോക്ലേറ്റ് ആണോ? അത് അടിപൊളിയാണ്. അപ്പൊ എൻജോയ്. ഇത് ബിസിനസ് ക്ലാസ് ആണെങ്കിൽ ഒരാൾക്ക് വരുന്നത് 64,000 രൂപ. സോ വ്യത്യാസം നോക്ക്. മറ്റേ 3 പേർക്ക് 43,000 രൂപ ആണെങ്കിൽ ഇതിൽ ഒരാൾക്ക് 60,000 രൂപ. അപ്പൊ വേദു, ഗുഡ് നൈറ്റ്. ഉറങ്ങിക്കളയരുത് കേട്ടോ, സിനിമ കണ്ടോണേ. അവൻ ഇതെങ്ങനെയെങ്കിലും ഇത് സെപ്പറേഷൻ തുറക്കണം. ഓഫ്. ഓക്കെ, ഇതില് എൻ്റെ കാല് കണ്ട, ഞാൻ 6 feet. എനിക്ക് പോലും കാല് നേരെ നിവർത്തി വെക്കാം, അത്രയധികം സ്പേസ് ആണുള്ളത്. ആൻഡ് ഇതുപോലെ കിടക്കാം. സോ പൊക്കമുള്ളവർക്കാണെങ്കിലും എന്നെ പോലെ വണ്ണമുള്ളവർക്കാണെങ്കിലും ഇവർ ചെറിയ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ്സ് വരെ അടിപൊളി.
സോ ഇനി ഞാൻ സിനിമ ഒന്നും കാണുന്നില്ല, കുറച്ചു നേരം ഉറങ്ങാൻ പോവാ. സിംഗപ്പൂർ എത്തിയിട്ട് കാണാം, അവിടുത്തെ ലോഞ്ച് എന്താന്ന് നോക്കണം. കേട്ടോ എന്താ എക്സ്പീരിയൻസ് പറ, എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റേ പ്ലെയിൻ ബിസിനസ് ക്ലാസ് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു പറ ആദ്യമേ. ഇനി അപ്പക്ക് പൈസ കിട്ടുമ്പോ പിന്നെയും ബിസിനസ് ക്ലാസ്സിൽ പോവാം. ആ ഇതാണ് അമ്മ പറഞ്ഞ വേദന ബിസിനസ് ക്ലാസ്സിൽ കയറ്റരുത്. പിന്നെ എന്തായി ബിസിനസ് ക്ലാസ്സിൽ കയറിയിട്ട് എന്റെ ബാഗ് മൊത്തം നനഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എവിടുന്നോ ചെറിയ പാസ്പോർട്ട് എസിയുടെ ലീക്കോ എസിയുടെ വല്ല ചെറുതായിരിക്കും. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബെസ്റ്റ് ആയിരുന്നില്ലേ? കേറുവാണെങ്കിൽ ഇതിന്റെയൊക്കെയാണ് കേറേണ്ടത്. പെട്ടെന്ന് എത്തി. പക്ഷെ എല്ലാം നടന്നു കേട്ടോ. ഫുഡ് കഴിച്ച് സിനിമ കണ്ടു ഉറങ്ങി, എല്ലാം ഫുൾ കഴിഞ്ഞില്ല എന്റെ. അത് അടുത്ത ഫ്ലൈറ്റിൽ കാണാം. എന്തായാലും സംഭവമായിരുന്നില്ലേ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. അപ്പൊ ഇനി ഇവിടെ 5 hours ഉണ്ട്. ലോഞ്ചിൽ കയറി റിലാക്സ് ചെയ്ത് കോഫി ഒക്കെ കുടിച്ച് വീണ്ടും ഫ്ലൈറ്റിൽ. ഷോക്ക് ആയിരുന്നോ? അതൊന്നും അല്ല, ഷോക്ക് ആയിരുന്നോ ഇത്? പക്ഷെ മുഖത്ത് അത്രയും വന്നില്ല കേട്ടോ ഷോക്ക്. പെട്ടെന്നായതുകൊണ്ട് എല്ലാം കൂടെ ഉൾക്കൊള്ളാനുള്ള സമയം കിട്ടിയില്ല. അതായത് വേഗം കയറുന്നു പറഞ്ഞല്ലേ. എപ്പോഴും നമ്മൾ അത് ആ വഴി പോകുമ്പോ ദിസ് വേ അപ്പൊ ഞാൻ വിചാരിച്ചു ആസ് യൂഷ്വൽ കളിയാക്കും അത്. ശിവൻ കയറിപ്പോയി. അപ്പോഴും ഞാൻ അവനെ പറയും ഇങ്ങോട്ട് വന്നു. ഫ്ലൈറ്റിൽ എന്ന് ആലോചിക്കായിരുന്നു. സാധാരണ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കുമ്പോ ആ ബിസിനസ് ക്ലാസിന്റെ ക്യൂലല്ലേ നിക്കണ്ടേ. ദില്ലു എക്കോണമി ക്ലാസ്സിൽ അതാ വ്ളോഗ് കാണുമ്പോ മനസ്സിലാവും. ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്കോണമി പോവാ, അല്ലെങ്കിൽ സംശയം തോന്നുന്നു. ആളെന്നോട് പറഞ്ഞു അങ്ങോട്ട് പോവാൻ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇവിടുന്ന് വന്നാ മതി, തിരക്കില്ലല്ലോ എന്ന്. ആണോ? അങ്ങനെ നിന്ന് ബിസിനസ് ക്ലാസ്സിൽ നിൽക്കാറ് എന്തൊക്കെ ടെക്നിക്ക് നോക്ക് അപ്പ കാണിച്ച്. എന്നാലല്ലേ ആ ഷോക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. ലോഞ്ച് ഇതേ പറഞ്ഞ പല ലോഞ്ചസ് ഉണ്ട്. ഒന്ന് ബിസിനസ് ക്ലാസ്, സാറ്റ്സ് ആണ് സാധാരണ ക്രെഡിറ്റ് കാർഡ് വെച്ചുള്ളത്. പിന്നെ ഫസ്റ്റ് ക്ലാസ്. സോ ആ കാണുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ലോഞ്ച്. അവിടെ ബിസിനസ് ക്ലാസ് വെച്ച് പോലും കയറാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ബിസിനസ് ക്ലാസ് ലോഞ്ച് വരുന്നത്. ലോഞ്ചിന് ഇവിടുന്ന് കയറി ഞാൻ ജസ്റ്റ് ഒന്ന് റഫ് ടൂർ കാണിച്ചു തരാം കേട്ടോ. അങ്ങ് കിടക്കണം. എനിക്കൊന്ന് അത്രയധികം ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സ് ആയിരിക്കുമല്ലോ ഇവിടെ വരുന്നത്. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും സ്പേസ് അവർ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ കുറേ ഏരിയ ഉണ്ട് ഇരിക്കാനായിട്ട്. സാധാരണ എയർപോർട്ടിൻ്റെ ലൗഞ്ച് വളരെ ചെറുതും തന്നെ കാർഡ് വെച്ച് കൊടുക്കുന്നത്. ഈ ലൗഞ്ച് ഭയങ്കര വലുതും. ഇതെന്ന് കിടക്കുള്ളത് നോക്ക്, വൈഡിട്ട് കാണിച്ചു തരാം. ഇത് മൊത്തം അവരുടെ ഏരിയ ആണ്. പിന്നെ ഇതുപോലെ കുട്ടികൾക്ക് ഇരുന്ന് സിനിമ കാണാനും കാർട്ടൂണൊക്കെ കാണാനുള്ള റൂമുണ്ട്. ഫോണിൽ സംസാരിക്കാനായിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഫോണിൽ സംസാരിക്കാനായിട്ട് ഇതേ ഈ ഒരു സ്പേസ്. ഫുഡിന് മുമ്പ് എനിക്ക് ആദ്യമേ കാണിക്കാനുള്ളത് ഐസ്ക്രീമാണ്. അത് തന്നെ അവർ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ജാപ്പനീസ് മെലൺ, വാനില, നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം, നല്ല കിടിലൻ കോഫി മെഷീൻ, വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ടീ, ലൈമ്, ഡീടോക്സ് ജ്യൂസ്, ഗ്ലാസ് വരെ ചില്ല് ചെയ്താ വെച്ചിരിക്കുന്നത്. ആൽക്കഹോള് നമുക്ക് പലതും ഉണ്ട്. ജാക്ക് ഡാനിയൽസ് തൊട്ട് ഇതൊക്കെ കോണിയാക്കൊക്കെ എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു എനിക്കിത്. ഈ സംഭവം ഇതെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാം. ജിഞ്ചർ എയിൽ, ബിയർ, കോക്കനട്ട് വാട്ടർ, ഫ്രീ വെക്കാറ് അത് കുടിക്കും. കോക്ക് ലൈറ്റ്, കോക്ക് സീറോ, ടൊമാറ്റോ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ഫ്രഷ് നൂഡിൽസ് ഉണ്ടാക്കും. ഇത് പക്ക ഒരു ഹോട്ടൽ ബുഫേ പോലെ തന്നെ. നഗറ്റ്സ് ഉണ്ട്, ആലു ടിക്കി, ഫ്രഞ്ച് ഫ്രൈസ്, സമൂസ, ഉഴുന്നുവട, കപ്പ് കേക്ക്, അതുപോലെ തന്നെ സാധാരണ മഫിൻ, വാൾനട്ട്സ്, സാലഡ്സ്, 3 ടൈപ്പ് ഡെസേർട്സ്, ചീസ്, സൂഷി, പാസ്ത. ഇത് ദിംസം ആണെന്ന് തോന്നുന്നു. ഷൂമിയും ദിംസമും. അതുപോലെ തന്നെ ഇതും ചൈനീസ് ഫുഡ് തന്നെയാണ്. സൂപ്സ് ഉണ്ട്, ഗ്രീൻ ബീൻ സൂപ്പ് ഉണ്ട്, 2 ടൈപ്പ് സൂപ്പ്. ഇത് ബീഫ് കറി. കുറേ നാളെ നല്ല ബീഫ് കറി കഴിച്ചിട്ട്. അതുപോലെ തന്നെ ഇത് ലസാന്യ, മഷ്റൂം ബേക്ക്ഡ് റൈസ് ആണ്. ചോറും കുറച്ച് കിഴങ്ങാണോ മത്തങ്ങയാണോ എന്നറിയില്ല, ബീഫ് ആയിരിക്കും എടുക്കുന്നത്. ഇതെന്താ, എന്തൊരു വെയിറ്റാ. ഇത് നൂഡിൽസ്, ഇത് ചന്ന മസാല. ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇതുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഒപ്പറിക്ക് സാമ്പാറും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഗീ റൈസും. ഗീ റൈസും ബീഫ് കറിയും പൊളിച്ചു ഉണ്ടല്ലോ. ആക്ച്വലി ഞാൻ മറ്റേ ഇതിൻ്റെ അകത്ത് കയറി സംസാരിക്കുക, ഫോൺ ബൂത്തിൻ്റെ അകത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 ടെർമിനലുണ്ട് ഈ സിംഗപ്പൂർ എയർപോർട്ടിൽ. 4 ടെർമിനലും ഇതുപോലത്തെ ലോഞ്ചസ് ഉണ്ട്. എനിക്കൊന്ന് അതിൽ ഏറ്റവും ചെറുതാണിത്.
വേറൊരു ലൗഞ്ചിൽ കിടക്കാനുള്ള ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ഷവർ ഏരിയ ഉണ്ട്, കുളിക്കാനുള്ളതുണ്ട്. ബാത്റൂമിൽ വരെ നമുക്ക് മൗത്ത് വാഷും പേസ്റ്റും പെർഫ്യൂംസും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഫുഡ് അടിപൊളി ഓപ്ഷൻസ് ആണ്. സോ നമുക്കൊരു 3, 4, 5 മണിക്കൂർ ലേ ഓവർ ഉണ്ടെങ്കിൽ പോലും സുഖമായിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. എനിക്കൊന്നും മറ്റേതിലൊക്കെ നമ്മൾ പോകുമ്പോൾ 3 മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങണം എന്ന് പറയും. എനിക്കൊന്നും ഇവിടെ ഒന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. എനിക്കൊന്നും കുറേ ഡ്യൂറേഷൻ ഉണ്ടെങ്കിലും അവർ ഇരുത്തും തോന്നുന്നത്. വാഷ്റൂംസ് വരെ ഉണ്ടല്ലോ, കംപ്ലീറ്റ് ഹൈ ഉണ്ട്. മറ്റേ റിമോട്ട് കൺട്രോൾ വെച്ച് വെക്കുന്നതും അതുപോലെ തന്നെ മറ്റേ ജാപ്പനീസ് ടോയ്ലറ്റും ഫുൾ സെറ്റപ്പാണ്. ആ ലെവലാണ് ശരിക്കും ഈ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഹാൻഡ് ക്രീം, പെർഫ്യൂം, മൗത്ത് വാഷ്, ഷേവിങ് സെറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് നമുക്ക് കുളിച്ച് കഴിഞ്ഞ് റെഡി ആവണമെങ്കിൽ ഹെയർ ഡ്രയറും ഡിസ്പോസിബിൾ കോമ്പും എല്ലാം ഉണ്ട്. ഇനി നേരെ ഫുഡ് കഴിക്കാൻ. ഞാൻ വാഷ്റൂമൊക്കെ വ്ളോഗ് ചെയ്യാൻ പോയി. വാഷ്റൂം എങ്ങനെയുണ്ട്? മറ്റേ ഹീറ്റഡ് ആയിരുന്നില്ലേ? ഫുഡ് എന്താണെന്നറിയോ? ചോറ്, ഗീ റൈസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലെയിൻ റൈസ്, ബീഫ് കറി, സാമ്പാർ, പപ്പടം. വേണോ? 2 മണി. അപ്പൊ ഇവിടെ ഇരുന്നാ ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. യൂഷ്വൽ അത് സ്പിനാച്ച് പക്കോടയാണ്, കൊള്ളാം അല്ലേ? അതുപോലെ സമോസയും ഉഴുന്നോടെ എടുത്തിട്ടുണ്ട്. വേദന കടലക്കറിയും നഗറ്റ്സും ചോറും. ഞാനൊരു പംകിൻ സൂപ്പിൽ തുടങ്ങി വിത്ത് സം ലക്സ. ലക്സ ഒന്ന് കുടിച്ചു നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. അന്ന് കുടിച്ചില്ലേ ഒരു സീ ഫുഡിൻ്റെ നമ്മൾ വന്നപ്പോൾ ലോഞ്ചിൽ കയറിയില്ലേ, അതിൻ്റെ ബെറ്റർ വേർഷൻ. ഇത് സിംഗപ്പൂരിലെ ബെസ്റ്റ് മിഷ്ലിൻ സ്റ്റാർ ഷെഫ് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ലോഞ്ചിന് വേണ്ടി ഉണ്ടാക്കുന്നത്. മീൻസ് റെസിപ്പി അല്ല, പുള്ളിയുടെ റെസിപ്പി. ഇത് പംകിൻ സൂപ്പ് കേട്ടോ. ഇറ്റ്സ് വെരി ഗുഡ്. ആക്ച്വലി കുട്ടികൾക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു ടെക്സ്ചറാണ്. ഓൾമോസ്റ്റ് ഒരു ജെല്ലി ടെക്സ്ചറാണ്. കുറച്ച് പെപ്പറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർഫുൾ ഫുഡാണ്. ഇവിടെ ഇത് കണ്ടാലേ അറിയാം, പാക്ഡ് ആണ് ഫ്ലേവർ വെച്ച്. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് ഫേമസ് സിംഗപ്പൂർ ക്രിസ് ഫ്ലയർ ലക്സ. സീ ഫുഡും പീനട്ടിൻ്റെയും മണോ എൻ്റെ അമ്മോ. കോക്കനട്ട് മിൽക്കും ചെമ്മീനിൻ്റെയും ടേസ്റ്റ്. അതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈഡ് അണിയൻസ്. നല്ല ലക്സ കുടിക്കണ്ടോ. നമ്മുടെ മലയാളികൾ പറയും അവർ കഴിച്ചിരിക്കുന്നതിൻ്റെ മണം നല്ല മീൻകറി കഴിക്കുന്ന ഫ്ലേവറില്ലേ, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഷസ് ആണെന്ന് പറയാം. അത്രയും ഫ്ലേവർഫുള്ളാണ്. ഇത് ബിസിനസ് ക്ലാസ് കയറിയിട്ടേ ഞാൻ നോക്കിയപ്പോൾ എവിടെ പിടിച്ച് നിൽക്കും, എന്തൊക്കെ ചെയ്യും. ഞാൻ നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ പന്തങ്ങൻ്റെ പേടിച്ചായ പോലെ നോക്കണം, ഇവിടെ നോക്കണം, ഇത് നിൽക്കണം, അത് നിൽക്കണം, അങ്ങനെ കട്ടിലാക്കും. ഇത് ചെമ്മീൻ കറി കുടിക്കുന്ന പോലെ ഉണ്ടല്ലോ, അത്രയും ഫ്ലേവർ. ആ നൂഡിൽസും കാടമുട്ടയും കൂടെ എടുത്ത് ആ നൂഡിൽസും കൂടെ കഴിച്ചു നോക്കണം. ചെമ്മീൻ കറിയിൽ നൂഡിൽസ് ഇട്ട് തേങ്ങാപ്പാലിട്ട ചെമ്മീൻ കറി അല്ലേ, അതില് നൂഡിൽസ് ഇട്ട് കഴിക്കുന്ന പോലെ. ഇങ്ങനെ എല്ലാം ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു 3 ടൈപ്പ് ഡിംസമാണ്. ഒന്ന് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ, ഇത് ചിക്കൻ, ഇത് പ്രോൺസ്. അല്ല ഇത് പ്രോൺസ്, ഇത് ചിക്കൻ. സോ ഡിംസംസ് ആണെങ്കിൽ സിംഗപ്പൂരിൻ്റെ ക്വാളിറ്റി പറയണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കോഫിയും. സാധാരണ നമ്മൾ ഹോളിഡേക്ക് പോകുമ്പോഴാണ് വണ്ണം കൂടുന്നത്. ഇത് ഹോളിഡേ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പേ വണ്ണം കൂടും. ഫ്ലൈറ്റിലും കഴിക്കും, ലോഞ്ചിലും കഴിക്കും, എല്ലായിടത്തും കഴിക്കും. അതുപോലെ കാരണം അത്രയും ക്വാളിറ്റിയിൽ കഴിക്കാൻ പൊതുവെ കിട്ടാത്ത ഫുഡല്ലേ നമുക്ക് കാണുന്നത്. ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണ്ട. ചോറും ബീഫ് കറിയും നല്ല എരിവാണ്, അതുകൊണ്ടാണ് വേറെ ആരും കഴിക്കാതിരുന്നത്. പക്ഷെ എനിക്ക് നല്ല എരിവ് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. പൊറോട്ടയായിരുന്നു വേണ്ടത്. അടിപൊളി ടേസ്റ്റ്. കുറേ ഈ ലെമൺ ഗ്രാസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അതാണ് മെയിനായിട്ട് നമ്മളെയും കാട്ടി വ്യത്യാസം. പിന്നെ നല്ല എരിവ, ഒരു ചെട്ടിനാടിൻ്റെ ഒക്കെ എരിവ. ചെട്ടിനാടല്ല, ആന്ധ്ര. ഇത് പറഞ്ഞാൽ ആ ട്രിപ്പ് തുടങ്ങിയിട്ടേക്കൊന്നും ഇപ്പോഴാണ് ഈ ബീഫ് കറി കഴിക്കുന്നത്. എല്ലാ ഫുഡും അടിപൊളി. ഇനി ഒരു ഐസ്ക്രീമും കൂടെ.
ഞങ്ങൾ 4 മണിക്കൂർ ഇരുന്നു ലോഞ്ചിൻ്റെ അകത്ത്, കുറേ നേരം സംസാരിച്ചു. എനിക്കത് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മുടെ ബാലി എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ ഒരു സ്പെഷ്യൽ സംഭവം എന്താണെന്ന് അറിയോ, ബുക്ക് ദ കുക്ക് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ടു കുക്ക് എന്നാന്ന് തോന്നുന്നു ഒരു പരിപാടിയുണ്ട്. അതിൽ നമുക്ക് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മീൽ, സാധാരണ നമുക്ക് എന്താ നോൺ വെജ്, വെജ് അല്ലെങ്കിൽ നോൺ ഹിന്ദു മീലും അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മീൽസ് പറയാം. അപ്പം ഞാനും പ്രിയം സ്റ്റേക്കും വേദുവിന് അതുപോലത്തെ എന്തോ ഒരു സ്പെഷ്യൽ ഡിഷൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബുക്ക് ദ കുക്ക് എന്നൊക്കെ ഉള്ളത്. സോ നല്ല കിഡിലെ മീലാവാനാണ് സാധ്യത ഫ്ലൈറ്റിൽ. അതെ, അതൊന്നും അങ്ങനെയല്ല, അത് സെക്യൂരിറ്റിയുടെ കണ്ട. ഇനി ബാക്ക് ടു നോർമൽ ലൈഫ്, ആകാശത്തുനിന്ന് മാറി നോർമലായി പോവുക. അത് ഓർമ്മയിൽ എപ്പോഴും ഇരിക്കുക, എന്നിട്ട് അതിന് വേണ്ടി പണിയെടുക്കുക. പിന്നെ ഇനി ഞാൻ ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ട് എനിക്കും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഒരുമിച്ച് പോകും. അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോകും. അതാണ് പ്രിയം ദില്ലുമായിട്ടുള്ള വ്യത്യാസം കേട്ടോ ഗൈസ്. അത് തന്നെയാ ഒന്നും അല്ല. ഞാൻ എക്കോണമിയിൽ ഇരുന്നാലും ഞാൻ ദില്ലു ഫസ്റ്റ് ക്ലാസ്സിൽ വിടും എന്നാണ് ദില്ലുവിന്റെ ധാരണ. അപ്പൊ അമ്മ വീടോണ് അമ്മനെ കൊണ്ടുപോലെ അമ്മേനെ ഞാൻ എന്തെന്നറിയോ, കഷ്ടപ്പെടും കുറെ. നിങ്ങൾ നോട്ട് ചെയ്തോ, ഒരു ബുക്ക് എടുത്ത് എഴുതി വെച്ചോ. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യണം. ഞാൻ കഷ്ടപ്പെട്ട് ദില്ലുവിനെയും വേദുവിനെയും ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ എക്കോണമിയിൽ ആരെങ്കിലും ചെയ്യോ അങ്ങനെ ചെയ്യോന്ന്? നിങ്ങളെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ വിടും. എന്നിട്ട് ഞാൻ എക്കോണമിയിൽ കഷ്ടപ്പെടും. ഞങ്ങൾക്ക് ബിസിനസ് മതി, അത് മതി. വേണ്ട, നിങ്ങൾ അങ്ങനെ നിങ്ങളെ ഫസ്റ്റ് ക്ലാസ്സിൽ 10 ലക്ഷം രൂപയുടെ അടുത്ത് വരുവേ ഒരാൾക്ക്. അതും ബിസിനസ് ക്ലാസ്സിൽ ഇരുത്തി ഞാൻ എക്കോണമി. അത് ഓക്കെ, അത് കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ ഇരുന്നോളാം. കള്ളം പറയാവേ, നമ്മളെ കളിയാക്കണം. പിന്നെ ചുമ്മാ ഇതൊന്നും പറഞ്ഞ കേക്കാത്ത ഭയങ്കര സൂപ്പർ അപ്പല്ലേ? എന്തൊരു രണ്ടുപേർക്കും ഒലിക്കോ സ്നേഹം കേട്ടോ. ഞാൻ മുങ്ങിപ്പോവും ചിലപ്പോ. അയ്യോ, അപ്പയാണല്ല നമ്മുടെ അറിയാമോ? എല്ലാം ഊരും കേട്ടാ പ്രിയ, കമ്മലും എല്ലാം ഒരു കാലം നിവർത്തി പുതച്ച് കിടന്ന് ഉറങ്ങാനാ. കിടില മീല. ഫ്ലൈറ്റിൽ എന്തൊക്കെയാ വേദന കിട്ടിയ ഇവിടെ മറ്റേതൊക്കെ നമ്മൾ എത്ര തവണ ചോദിക്കണം അല്ലേ ഹെഡ്ഫോൺസ്. ഇത് ഇങ്ങോട്ടൊന്ന് ഓടി തരുവോ? ഭയങ്കര സർവീസിന്റെ വ്യത്യാസം അല്ലേ? സമ്മതിക്കണം, ഇത്ര നല്ല സർവീസ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അടിപൊളി. എന്നാ വേദുവിന്റെ ഹെഡ്ഫോൺസ്. ഫ്ലൈറ്റ് റിവ്യൂ ഒന്നും ഇല്ല, സെയിം, എല്ലാം സെയിം, കംഫർട്ടബിൾ, അടിപൊളി. അടുത്ത സിനിമ റെഡി. ഫുഡിനെ കുറിച്ച് പറയാം. ഓക്കെ, ഇവരുടെ റെസിപ്പീസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ലൈറ്റ് ഡിന്നർ ഞാൻ എന്തായാലും പോർക്കുണ്ടായിരുന്നു. അയ്യോ, ഞാൻ എന്തായാലും ഓർഡർ ചെയ്തു. ചോക്ലേറ്റ് റാസ്ബെറി കേക്കാണ് ഡെസേർട്ട്. പിന്നെ സ്മോക്ക് സാൽമൺ ഉണ്ട്. കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സിയർഡ് ട്യൂണ, ബനാന ചീസ് കേക്ക്. എന്തായിരിക്കും അവർ തരുന്ന ഡെസേർട്ടെന്ന് അറിയില്ല. എന്തായാലും പിന്നെ വൈന്, ഷാമ്പെയിന്, ഡ്രിങ്ക്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും ഹൈ എൻഡ് ഡ്രിങ്ക്സ് ഒക്കെയാണ് ഉള്ളത്. റെഡ് വൈനും അതുപോലെ തന്നെ വൈറ്റ് വൈനൊക്കെ. നമുക്ക് എന്തായാലും ഓർഡർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ അല്ലേ, ഒരു പ്രോപ്പർ ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് പ്ലെയിനിൽ. അതെ, സൺസെറ്റ് വീഡിയോ എടുക്കും. ഉറപ്പായിട്ടും ഈ ഒരു സൺസെറ്റ് ലൈഫിൽ മറക്കില്ല. ഇനി എപ്പോഴും ഇങ്ങനത്തെ സൺസെറ്റ് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, പക്ഷെ ഇത് മറക്കില്ല. ഇറ്റ്സ് നൈസ് ചിക്കൻ ബിരിയാണി വിത്ത് കാഷ്യൂ ആൻഡ് സ്റ്റഫ്. ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ട്, പിക്കിളുണ്ട്. അതും ഇത് കഴിക്കില്ല. സാൽമൺ സാലഡ് പ്രിയ കണ്ടില്ല എന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് മൈ സ്റ്റേക്ക്. ഞാൻ സ്റ്റേക്കാണ് പറയാം, പ്രിയ എന്തോ ബീഫ് ചീക്സ് ഓർഡർ ചെയ്ത് കൊടുത്തത്. ഇതും ഇതുപോലെ സാൽമൺ സാലഡും ചോക്ലേറ്റ് കേക്കും ആണ്. ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം. ബട്ട് സ്റ്റേക്ക് ലുക്ക് സോ ഗുഡ്. നോ ലൈറ്റ് ബിരിയാണി ഒക്കെ കഴിച്ച് അതാണ് വേദു വെള്ളം സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. വലിയ ആളെ പോലെ വെള്ളം സ്റ്റോറേജ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ. സോ ഞാൻ സ്റ്റേക്ക് കട്ട് ചെയ്തു. സോ വെൽ കുക്ക്ഡ്. എങ്ങനെയാവും അവർ കറക്റ്റ് കുക്കിൽ പ്ലെയിനിൽ സെർവ് ചെയ്യുന്നത്? കാരണം ഇത് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതായി പോകും. ബട്ട് അൺബിലീവബിൾ ഗൈസ്. എൻ്റെ ഒരു ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡൈനിങ് എക്സ്പീരിയൻസ്, എസ്പെഷ്യലി സ്കൈലല്ലേ. സോ നമുക്ക് അത് മാത്രമായിട്ട് ആദ്യമേ വേണമെങ്കിൽ നോക്കാം. സ്റ്റേക്കും
പൊട്ടേറ്റോ ആയിട്ട്. ഷൂട്ട് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, സ്ഥലത്തിന്റെയും ക്യാമറയുടെ ഒക്കെ. ആംഗസ് ബീഫ് ഫ്രം ഓസ്ട്രേലിയ അവർ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് സോൾട്ട്, പെപ്പർ. ബീഫ് അടിപൊളിയായി കുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് മാഷ് പൊട്ടേറ്റോസ് അല്ല, ഇത് കസ്കസ് പോലത്തെ എന്തോ സാധനമാണ്. വെരി ബട്ടറി. ഇതെന്താ ചുക്കിനി എന്തോന്നു. അടിപൊളി ശരിക്കും. ഇതൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണമെങ്കിൽ ഒരു ഇത്രയും ക്വാളിറ്റി ബീഫൊക്കെ കഴിക്കുന്ന ഒരു 2500-3000 രൂപയാവും ഈ ഒരു സ്റ്റേക്കിനും ഈ ഒരു ഡെസേർട്ടും എല്ലാം കൂടെ. നാട്ടിൽ കേട്ടാ. സിംഗപ്പൂർ ആണെങ്കിൽ അതൊരു 6000-7000 റുപ്പീസ് ആവും. ഇനി ഡെസേർട്ട് നോക്കട്ടെ എന്താണ്. അടിയിൽ എന്തോ കസ്റ്റേർഡ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും രണ്ടും ചോക്ലേറ്റ് ഡെസേർട്ട്സ്. ഇതിൽ റാസ്ബെറി ഉണ്ട്, കേക്ക് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, കസ്റ്റേർഡ് ഉണ്ട്. ആ ചോക്ലേറ്റ് ടേസ്റ്റും ആണ്, ആ സമയത്ത് റാസ്ബെറിയുടെ പുളിപ്പുണ്ട്, ആ വാനില കസ്റ്റേർഡിന്റെ ഒരു ക്രീമിനെസ്സും. ഒന്നുമില്ല. 5 സ്റ്റാർ ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് ഇൻ ദ സ്കൈ. ഭയങ്കര വ്യൂ. പക്ഷെ അത് അപ്പയ്ക്ക് അവിടെ പോയി എടുക്കാൻ പറ്റില്ല. അമ്മയുടെ അടുത്ത് പറഞ്ഞു അപ്പ. ലയൺ കിങ് ദ സ്കൈ പോലെ അല്ലേ? ഞാൻ പോവാ. നോക്കട്ടെ കിടന്ന്. ഓ നോക്ക്, ഇത് കിടക്കുന്നത് ഫുൾ ബെഡിൽ ഹാപ്പി ആള് കിടന്ന് സിനിമ കണ്ടു, ഫുഡ് കഴിച്ചു. ഇനി ചാച്ചാൻ പോന്നു അല്ലേ? ബാങ്കോക്ക് എത്തിയിട്ട് എഴുന്നേക്കോ? ഓക്കെ, ഗുഡ് നൈറ്റ്. സോ ഗൈസ്, വെൽക്കം ടു തായ്ലാൻഡ് അഗെയിൻ, ദ ലാൻഡ് ഓഫ് സ്മൈൽസ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന മെയിനായിട്ട് ഇവിടുത്തെ സോങ്ക്രാൻ സെലിബ്രേറ്റ് ചെയ്യാനാണ്. ഞങ്ങൾ ഇത്രയും തവണ തായ്ലൻഡിൽ വന്നിട്ട് ഇതുവരെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ സോങ്ക്രാൻ്റെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതല്ലാതെ ഇവിടെയും 2 സർപ്രൈസ് ഉണ്ട്, അതും ഇവർക്ക് അറിയില്ല. സോ അത് എനിക്കത് വളരെ ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള മൂമെന്റ്സ് ആയിരിക്കും. വെൽക്കം ടു തായ്ലൻഡ് എന്ന് പറഞ്ഞതിന് മുന്നേ അതാ പറയണ്ടേ. ഇതുപോലെ മുടിയും കെട്ടണം. ഫ്ലൈറ്റ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ബീഫ് സ്റ്റേക്ക് സോ സോഫ്റ്റ്, ഇങ്ങനെ കത്തി. സൺസെറ്റോ? എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല സൺസെറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിക്കണേ.